നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഒല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയാരം സ്വദേശികളായ പൊറാട്ടുകര വീട്ടിൽ 72 വയസ്സുള്ള LC, 73 വയസ്സുള്ള മേരി എന്നിവരാണ് മരിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മനക്കലപടി ജംഗ്ഷന് സമീപം ബസ് കാനയിലേക്ക് താഴ്ന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന ചീനിക്കാസ് സ്വകാര്യ ലിമിറ്റഡ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് യാത്രക്കാർ. വിയ്യൂരിൽ ജ്വല്ലറിയിൽ മോഷണം. മണലാർക്കാവ് ദേവസ്വം ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന DK ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. ഡിസ്പ്ലേയിൽ വച്ചിരുന്ന 8 കിലോ വെള്ളി ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം സെന്ററിലെ ഹമ്പുകൾ അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. പുനർനിർമ്മാണം നടന്ന റോഡിൽ ഹമ്പുകൾ ഉയരം കൂട്ടി നിർമ്മിച്ചതായി ആരോപണം. ചാലക്കുടി മലക്കപ്പാറ റോഡിൽ അമ്പലപ്പാറയിൽ കാട്ടാന കബാലി വിനോദയാത്രികരുടെ കാർ ആക്രമിച്ചു. ശനിയാഴ്ച രാത്രി പിറവം സ്വദേശിയുടെ കാറിന്റെ ബോണറ്റിലാണ് ആന ചവിട്ടിയത്. ആർക്കും പരിക്കില്ല. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ നാളെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ അടച്ചിടും. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റേതാണ് തീരുമാനം. നാളെ തിരുവാതിര, ഇന്ന് പാതിരാപ്പൂ ചൂടൽ നടക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നാളെ തിരുവാതിര ആഘോഷിക്കും. സംസ്ഥാന NSS അവാർഡ് വിതരണ വേദിയിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ച് കൊടുങ്ങല്ലൂർ KKTM GGHSS സ്കൂളിലെ NSS യൂണിറ്റ്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം വിഷയമാക്കി സ്കൂളിലെ സുവോളജി അധ്യാപിക KH ബിന്നിയാണ് ഓട്ടൻതുള്ളലിന്റെ വരികളൊരുക്കിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കവിതാരചനയിൽ A ഗ്രേഡ് നേടിയ ദേവലക്ഷ്മിയെ ബാലവേദി CPI അഞ്ചങ്ങാടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രപറമ്പും പരിസരവും എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വൃത്തിയാക്കി. ശുചീകരണത്തിന് പ്രസിഡന്റ് സജ്നത്ത്, സെക്രട്ടറി ബിനീഷ, ട്രഷറർ സഫിയ എന്നിവർ നേതൃത്വം നൽകി. പുറനാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഭക്തി നിർഭരമായി. തിരുനാൾ ദിവ്യബലിക്ക് നവവൈദികർ കാർമ്മികത്വം വഹിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ചേർപ്പംകുന്ന് സാംസ്കാരിക നിലയം കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന വലിയങ്ങാടി അമ്പ് ഫെസ്റ്റ് വർണ്ണാഭമായി. അമ്പ് ഫെസ്റ്റിനോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ വേദികളിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. P. ഭാസ്കരൻ മാസ്റ്ററുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി P. ഭാസ്കരൻ ഫൗണ്ടേഷൻ കൊടുങ്ങല്ലൂരിൽ K. രാഘവൻ മാസ്റ്ററുടെയും P. ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. ശ്രീ വ്യാസ NSS കോളേജിലെ മുൻകാല NCC കേഡറ്റുകളുടെ സംഘടനയായ മോട്ടിവേറ്റേഴ്സ് ക്ലബിന്റെ പൊതുയോഗം വടക്കാഞ്ചേരിയിൽ നടന്നു. വ്യാസ കോളേജ് NCC മുൻ ANO ഉദയഭാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ സൗജന്യ ക്യാൻസർ സാധ്യതാ നിർണയ നേത്രരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. തലപ്പള്ളി താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു. ആതിര മഹോത്സവം NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് P. ഹൃഷികേശ് ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിലെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 17, 18, 19 തീയതികളിലാണ് തിരുനാൾ. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസംഘങ്ങളുടെയും ക്ഷീര കർഷകരുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്ഷീര സംഗമത്തിന് ശ്രീനാരായണപുരത്ത് തുടക്കമായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പതാക ഉയർത്തി. കാക്കശ്ശേരി വൈലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി പ്രിനിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 14, 15 തീയതികളിലാണ് മകരച്ചൊവ്വ മഹോത്സവം. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ദനഹ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് രാമനാഥപുരം ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികനായി. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫെറോന പള്ളിയിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം കാർമ്മികനായി. എരുമപ്പെട്ടി മങ്ങാട് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. മുരിങ്ങത്തേരി സിസ്ലി കുര്യാക്കോസിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 100ാം വാർഷിക നിറവിൽ. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നാളെ മന്ത്രി കെ രാജൻ നിർവഹിക്കും. പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. മുടങ്ങിക്കിടക്കുന്ന അംഗനവാടി അധ്യാപകരുടെയും ഹെൽപ്പർമാരുടെയും പെൻഷനും ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് അംഗനവാടി വർക്കേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ രൂപീകരണ സമ്മേളനം ആവശ്യപ്പെട്ടു. ചാവക്കാട് ICDSന് കീഴിൽ വിരമിച്ച അധ്യാപകരും ഹെൽപ്പർമാരും ചേർന്നാണ് യൂണിയൻ രൂപീകരിച്ചത്. തലക്കോട്ടുകര വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ തോമസ് ചൂണ്ടൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 17, 18, 19, 20 ദിവസങ്ങളിലാണ് തിരുനാൾ. പീച്ചി ഡാമിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെട്ടു. 4 പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാർ പാലത്തിന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ സ്വദേശിനി സുജാത, തൃപ്രയാർ സ്വദേശിനി ശ്രേയ എന്നിവർക്കാണ് പരിക്കേറ്റത്. മാപ്രാണം കുഴിക്കാട്ടുകോണത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദമ്പതികളെ തടഞ്ഞു നിർത്തി 3 കിലോ വെള്ളി ആഭരണങ്ങൾ തട്ടിയെടുത്തതായി പരാതി. മാപ്രാണം സെന്ററിൽ ജ്വല്ലറി നടത്തിയിരുന്ന കുഴിക്കാട്ടുകുളം സ്വദേശി അശോക് ചവാനും ഭാര്യയും ജ്വല്ലറി അടച്ച വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരത്തംകോട് ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ അഗ്നിബാധ. ജീവനക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ആചാരപെരുമയോടെ മച്ചാട് കരുമത്രയിൽ തിരുവാതിര ചോഴി നടന്നു. കരുമത്ര മാമംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരുവാതിര ചോഴി നടന്നത്. മച്ചാട് മാമാങ്കത്തിന്റെ ഭാഗമായി കാർണിവലിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ ജനറൽ ഫാദർ ജോളി വടക്കൻ കൊടിയേറ്റ് നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 16ാം വാർഡ് ADS വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആഘോഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 5ാം വാർഡിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുരിങ്ങത്തേരി നവനീതം അംഗനവാടിയിൽ നടന്ന ക്യാമ്പ് വാർഡ് മെമ്പർ NP അജയൻ ഉദ്ഘാടനം ചെയ്തു. നാടകകൃത്ത് ജോർജ് മാസ്റ്ററെ അനുസ്മരിച്ചു. സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് നോവലിസ്റ്റ് ശ്രീ പ്രതാപ് ഉദ്ഘാടനം ചെയ്തു. പാടൂർ കടവ് ചായക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഭാവഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണം നടന്നു. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി തപസ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ യോജന രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. വാർഡ് മെമ്പർ KV നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1980-83 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ 42 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടി. ഫ്രണ്ട്സ് ഗ്രൂപ്പ് പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ PM ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സ്നേഹ മ്യൂസിയത്തിൽ P. ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വിവാഹ സഹായ പദ്ധതിയുടെ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രഥമ വിതരണോദ്ഘാടനം കോടാലി യൂണിറ്റിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് വെട്ടിയാട്ടിൽ രാമകൃഷ്ണന്റെ കുടുംബത്തിന് നൽകി ഉദ്ഘാടനം ചെയ്തു. മൂന്നുമുറി സെന്റ് ജോൺസ് ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റ് പ്രകാശനം വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിച്ചു. ആദ്യ കോപ്പി ഇടവക കൈക്കാരൻ ബിജു തെക്കൻ ഏറ്റുവാങ്ങി. തൃശൂർ ജില്ലാ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. കോടാലി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി T. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു.
മാങ്കുറ്റിപ്പാടം NSS കരയോഗത്തിന്റെ നവീകരിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുകുന്ദപുരം NSS യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ നിർവഹിച്ചു. 52ാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും യൂണിയൻ കമ്മിറ്റി മെമ്പർ സുനിൽ K. മേനോൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന പ്രഭാഷണ പരമ്പരയുടെ 2ാം അധ്യായം ചേറൂർ സാഹിതിയിൽ നടന്നു. സാഹിത്യകാരൻ ഡോക്ടർ S. K. വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.